സ്പെസിയ ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മളെല്ലാവരും അച്ചാർ പ്രേമികളാണല്ലോ. ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ രുചികരമായ അച്ചാറുകൾ ഉണ്ടാക്കിയെടുക്കാം. ഇന്ന് നമുക്ക് തക്കാളി എടുത്തിട്ടൊരു അച്ചാർ ഉണ്ടാക്കി നോക്കാം. പ്രത്യേക രുചിയുള്ള ഈ തക്കാളി അച്ചാർ 3 ആഴ്ച വരെ കേടുകൂടാതിരിക്കും. അപ്പോൾ നമുക്ക് ഈ കിടലൻ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കുക്ക് ചെയ്യാനുള്ള പാത്രം വെച്ച് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായാൽ അതിലേക്ക് 1/2 കിലോ തക്കാളി ചെറുതായി മുറിച്ച് ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് തക്കാളി ഉടയുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് വീണ്ടും തക്കാളി വേവിക്കുക. ഇനി നമുക്ക് മൂടി തുറന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളം ഒഴിക്കുക. ഇനി നമുക്ക് നല്ല പോലെ 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഈ തക്കാളിയൊക്കെ ഒന്ന് തടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഈ തക്കാളിയൊക്കെ നല്ലപോലെ തളച്ചതിന് ശേഷം മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ തക്കാളി സ്മൂത്തായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു ചട്ടി വെച്ചിട്ടിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1/4 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായാൽ 2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 5-6 വറ്റൽമുളകും 1 നുള്ളി കായം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് 3 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 6-7 അല്ലി വെളുത്തുള്ളി, 2 തണ്ട് വേപ്പിലയും ചേർത്ത് ഇളക്കിയിട്ട് മസാല മൂപ്പിച്ചെടുക്കുക. ഈ മസാലയുടെ മണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തക്കാളി പേസ്റ്റ് ഒഴിക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. ഈ 5 മിനിറ്റ് നല്ലപോലെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന തക്കാളി അച്ചാർ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ രുചിയുള്ള ഈ അച്ചാർ നമുക്ക് ചോറിൻ്റെ കൂടെ, അതേപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ, ബിരിയാണിയുടെ കൂടെ വരെ കൂട്ടിക്കഴിക്കാൻ പറ്റുന്ന ഈ കിടിലൻ അച്ചാർ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കിക്കോളെ. ഇതേപോലത്തെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കിടിലൻ റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. Thank you for watching my video. It's me, Tahir, Spezia Diary, signing off. Bye.